So we'll start off with differential equations. Differential equations. Okay. So first point in differential equation is we have heard about something called as order of an equation, order of a differential equation. Have you heard about the order of a differential equation? നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യങ്ങളാണ് സിസ്റ്റംസിനെ കുറിച്ച് നമ്മൾ കേൾക്കുമ്പോൾ എഞ്ചിനീയറിംഗ് ഇസ് ഓൾ അബൌട്ട് സിസ്റ്റംസ്. ഒരു സിസ്റ്റത്തിന് പറയുമ്പോൾ ഒരു ഫസ്റ്റ് ഓർഡർ സിസ്റ്റം ആണോ സെക്കൻഡ് ഓർഡർ സിസ്റ്റം ആണോ അല്ലെങ്കിൽ ഹയർ ഓർഡർ സിസ്റ്റം ആണോ എന്ന് പറയുന്നത് ബേസിക്കലി ആ സിസ്റ്റത്തിനെ മോഡൽ ചെയ്യുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാം. റൈറ്റ്? സോ ഓർഡർ ഓഫ് എ സിസ്റ്റം is order of a differential equation is actually the highest order derivative term it contains. Okay, for example, suppose I say d cube y by dx cube plus 3 into dy by dx the whole square equal to a constant k. ഇങ്ങനെ ഒരു ഇക്വേഷൻ ഉണ്ടെന്ന് വെച്ചോ. ഇപ്പൊ ഇതിൽ നമുക്കറിയാം ഡി വൈ ബൈ ഡി എക്സ് എന്ന് പറയുന്ന ടേം ആക്ച്വലി ഫസ്റ്റ് ഡെറിവേറ്റീവ് ഓഫ് വൈ ആണ്. റൈറ്റ്? ഡി ക്യൂബ് ബൈ ഡി എക്സ് ക്യൂബ് എന്ന് പറയുന്നത് ആക്ച്വലി തേർഡ് ഓർഡർ ഡെറിവേറ്റീവ് ആണ് ഏതിന്റെ വൈയുടെ. റൈറ്റ്? അപ്പോൾ നാച്ചുറലി ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഓർഡർ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വാട്ട് ഈസ് ഗോയിങ് ടു ബി ദ ആൻസർ? ഓർഡർ ഓഫ് ദിസ് differential equation. What is the order of this differential equation? It is going to be 3. Right? Yeah, it is going to be 3. So actually it is representing the order of the system itself, right? So this is a topic which is usually asked in competitive exams. Order of a differential equation എന്താണെന്ന് ജസ്റ്റ് ചോദിക്കും. അപ്പൊ നമ്മൾ ഓർഡറിന്റെ കൂടെ അവർ ചിലപ്പം ഓർഡർ ആൻഡ് ഡിഗ്രി, ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഈ ഒരു ഭാഗത്ത് നിന്നുള്ളത് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓർഡർ ആൻഡ് degree is another term which you need to be familiar with before you start discussing about differential equations. Degree of a differential equation. Okay, so what is meant by degree of a differential equation? It is the power to which highest order derivative is raised. It is the power to which highest order derivative is raised. ഇതിൽ നിങ്ങൾ ഒരു കാര്യം ഓർത്തു വെക്കേണ്ട ഒരു പോയിന്റും കൂടെ അതിന്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാം. ഇൻ എ പോസിറ്റീവ് ഇന്റിജർ, ഇറ്റ്സ് എ പോസിറ്റീവ് ഇന്റിജർ എന്ന് വെച്ച് കഴിഞ്ഞാൽ യു കനോട്ട് ടേക്ക് ഫ്രാക്ഷൻസ് ആസ് ഡിഗ്രീസ്. അപ്പൊ ചില കേസിൽ ചില ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ഓഫ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചിലപ്പം ഫ്രാക്ഷൻ ആയിട്ട് വരും. അങ്ങനെ വരുമ്പോൾ ഫ്രാക്ഷനെ നമ്മൾ റിമൂവ് ചെയ്യാനായിട്ട് നമുക്കറിയാം. ഇപ്പം see dy by dx whole to the power 1/2 equal to y എന്ന് വെച്ചു. നമുക്ക് ഇതിന്റെ ഓർഡർ ഓഫ് ദ സിസ്റ്റം എളുപ്പം പറയാം. വാട്ട് ഇസ് ദ ഓർഡർ ഓഫ് ദ സിസ്റ്റം? 1. ഓർഡർ ഓഫ് ദ സിസ്റ്റം ഇസ് 1 അല്ലെ? ഓർഡർ ഇസ് 1 കാരണം നമുക്കറിയാം ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണുള്ളൂ. കറക്റ്റ്? ഇനി ഡിഗ്രി ഓഫ് എ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞത് പവർ ടു വിച്ച് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇസ് റേസ്ഡ് എന്നാണ്. അപ്പൊ നാച്ചുറലി നമ്മൾ വി ടെൻഡ് ടു ടേക്ക് ദ ഡിഗ്രി ഓഫ് ദ സിസ്റ്റം ടു ബി 1/2. അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടാവും. ബട്ട് യു കനോട്ട് ടേക്ക് ദാറ്റ് കാരണം ഇറ്റ് മസ്റ്റ് ബി എ പോസിറ്റീവ് ഇന്റിജർ ആഫ്റ്റർ റിമൂവിങ് ഓൾ റാഡിക്കൽ പവേഴ്സ്. റാഡിക്കൽ പവേഴ്സ് പറഞ്ഞാൽ ഫ്രാക്ഷൻ ആയി എടുക്കുന്ന പവർ മുഴുവൻ മാറ്റിയ ശേഷം കിട്ടുന്ന പോസിറ്റീവ് ഇന്റിജർ ആണ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ നമുക്കറിയാം ഈ ഒരു ഇക്വേഷനെ ഇഫ് യു സ്ക്വയർ ബോത്ത് സൈഡ്സ് യു വിൽ ഗെറ്റ് dy by dx is equal to y square എന്ന് കിട്ടും അല്ലെ? dy by dx equal to y square എന്ന് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി അങ്ങനെ എഴുതാൻ പറ്റും. ഡിഗ്രി ഓഫ് ദ ഇക്വേഷൻ വിൽ ബി ഈക്വൽ ടു ആക്ച്വലി 1. സോ ഡിഗ്രി ഇസ് നോട്ട് ഹാഫ് ഹിയർ, ഇറ്റ് ഇസ് 1. ഓക്കെ, ക്ലിയർ ആണോ? എന്താണ് ഈ ഡിഗ്രിയുടെ കൂടെ ഞാൻ ഈ പോസിറ്റീവ് ഇന്റിജർ എന്ന് പറയുന്ന ടേം ആഡ് ചെയ്തത് എന്തുകൊണ്ടാണ്? റൈറ്റ്? പവർ ടു വിച്ച് ദ ഹയസ്റ്റ് ഓർഡർ ഡെറിവേറ്റീവ് ഇസ് റേസ്ഡ് വിത്ത് പോസിറ്റീവ് ഇന്റിജർ. ഓക്കെ, സോ നമുക്കൊരു ജസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് ഇടാം. ഓക്കെ, സപ്പോസ് ഐ ഹാവ് എ ക്വസ്റ്റ്യൻ, ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. 1 plus dy by dx the whole square, okay, into d cube y by dx cube minus 3 into dy by dx into d square y by dx square whole square equal to 0.
അപ്പൊ ഈ കേസിൽ can all of you just try, ഇതിലൊക്കെ കുറെ ടേംസ് ഉണ്ട്. ഇങ്ങനെയായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരിക. ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് ഇതിനകത്ത് ഡി ക്യൂബ് ബൈ ഉണ്ട്, അപ്പൊ പല കാര്യങ്ങളും ഉണ്ടല്ലോ. സോ ഐ വാണ്ട് യു ടു ഗീവ് ഓർഡർ ആൻഡ് ഡിഗ്രി. O is equal to and D is equal to. What is the answer? നമ്മൾ ഈ പറഞ്ഞ തിയറി വെച്ചിട്ട് what will be the answer? Order is going to be 3. Yeah, many of you are getting order is going to be 3. Yeah, order of the system is going to be 3. And what is going to be the degree of the system? Degree എത്രയായിരിക്കും? Order 3 ആണെന്ന് പറയാൻ കാരണം നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ അറിയാം. See, highest order derivative is 3 here, right? D cube y by dx cube ആണ്. നമ്മൾ ഒരിക്കലും dy by dx into d square y by dx square എന്ന് പറയുന്നത് d cube y by dx cube ആണെന്ന് വിചാരിക്കണം കേട്ടോ. That is different. dy by dx is a first order derivative term into d square by dx square ആണ്. അത് രണ്ടും ഡിഫറെന്റ് ആണ്. So the order is actually 1 and degree is actually 1. Yeah. So it's a simple question. Order of the equation is 1 and degree is, order of the equation is 3 and degree is 1. Okay. ഇനി നമുക്ക് ഒരു ഡിഫറെന്റ് സ്റ്റൈലിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളത് ജസ്റ്റ് വേണമെങ്കിൽ നോക്കാം. മേ ബി ഐ ഗിവ് അനദർ ക്വസ്റ്റ്യൻ. ലെറ്റ് us say suppose x is equal to എല്ലായ്പ്പോഴും നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻ മാത്രം കിട്ടണമെന്നില്ല കേട്ടോ. ഓക്കെ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് എളുപ്പം ആൻസർ എഴുതാം. മോസ്റ്റ്ലി ഈ ടോപ്പിക്കിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് വരാറുള്ളൂ. സംടൈംസ് ഇതിപ്പോ ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് പിക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. സംടൈംസ് ഒരു ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റ്യനും വരാം. So x is equal to 1 plus dy by dx plus 1 by 2 factorial into dy by dx the whole square plus 1 by 3 factorial into dy by dx the whole cube plus etc etc. It goes on to infinity. Now question is, we need to find the order and degree of this equation. Or you just give me the degree of the equation. Degree matram kandupidichaalum madi. What is going to be the degree of this equation? And I'll give you 4 options. Options are a equal to 3, b is equal to 1, c is not defined, and d is equal to 4. Okay. അപ്പോൾ ഇവിടെ x is equal to 1 plus dy by dx plus 1 by 2 factorial into dy by dx whole square plus 1 by 3 factorial into dy by dx whole cube plus naturally അടുത്ത term 1 by 3 factorial into dy by dx whole cube, whole raised to 4, etc. It goes on, right? So what is going to be the answer for this? Okay, I think most of you are concluding it as C, but we can't say it is not defined because നമുക്ക് ഒരു പെർട്ടിക്കുലർ ഈ ഹോൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കോഴ്സിൽ ദർ ഇസ് സം ഫങ്ഷൻ വിച്ച് ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ എക്സ്പാൻഷൻ നമ്മൾ അറിഞ്ഞിരിക്കണം. വാട്ട് ഇസ് e raised to x? You have heard about exponential, right? You have heard about exponential, right? What is e raised to x? E raised to x is 1 plus x by 1 factorial plus x square by 2 factorial plus etc. up to infinity. ഇത് എല്ലാവർക്കും see, if you don't recollect this equation, ഇത് by heart ചെയ്തോളൂ because this is required everywhere. നമുക്ക് ഒരുപാട് സ്ഥലത്ത് ആവശ്യം വരും. ഈ എക്സ്പോണൻഷ്യൽ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആണ് നമ്മുടെ see, that is the most important function to solve differential equations. എല്ലാ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻസിനകത്ത് നമ്മൾ എക്സ്പോണൻഷ്യലിന്റെ ഒരു കളികൾ വരും. എന്തുകൊണ്ട് ഈ എക്സ്പോണൻഷ്യൽ ഇതിനകത്ത് കയറി വരുന്നു എന്നുള്ളത് നമ്മൾ കാണും. ഓക്കെ, ലേറ്റർ നമ്മൾ മനസ്സിലാവും. But exponential is always a very important function. അപ്പോൾ ഈ ഫംഗ്ഷന്റെ എക്സ്പാൻഷൻ നമുക്ക് അറിയാം. പിന്നെ ഈ എക്സ്പോണൻഷ്യലിന്റെ പവറിൽ ഐ വെച്ചിട്ട് നമ്മൾ ഓയിലേഴ്സ് ഫോർമുല എന്ന് പറയുന്ന ഫോർമുല പഠിച്ചിട്ടുണ്ടാവും. കൊസൈൻ ഫംഗ്ഷനെയും സൈൻ ഫംഗ്ഷനെയും ആക്ച്വലി കോംപ്ലക്സ് എക്സ്പോണൻഷ്യൽസ് ആയിട്ട് എഴുതാൻ പറ്റും. അത് നമ്മൾ പഠിക്കും. തൽക്കാലം ഈ ഒരു ടേം വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, ഈ റൈറ്റ് സൈഡ് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ, see you can say 1 plus something divided by 1 factorial plus 1 by 2 factorial into that term square. അപ്പൊ ഈ എക്സിന്റെ പൊസിഷനിൽ dy by dx ഇടുന്ന പോലെയല്ലേ ഇത് ആക്ച്വലി. സോ can I write the right side is equal to e to the power dy by dx? Is it correct? E to the power dy by dx ആണോ റൈറ്റ് സൈഡ്? Yes. And left side is actually x. അല്ലെ, ലെഫ്റ്റ് സൈഡ് എന്ന് പറയുന്നത് x ആണ്, റൈറ്റ്? Left side is x and right side is e to the power dy by dx. ഇനി when you take log on both sides, you'll get dy by dx is actually equal to log x എന്ന് വരും.
correct? dy by dx equal to log x എന്ന് വരും. കാരണം നിങ്ങൾക്കറിയാം log of e to the power dy by dx is dy by dx itself, or log of e to the power any function f of x is nothing but that is equal to f of x. Correct? അത് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ രണ്ട് സൈഡിലും log എടുത്തു കഴിഞ്ഞാൽ you will get right side to be equal to dy by dx and left side to be log x. So now your equation is reduced to dy by dx equal to log x. Okay, dy by dx equal to log x. So all of you, those who have answered C, must change it now, right? If എല്ലാവർക്കും ആൻസർ ഏതാണ് കിട്ടിയിട്ടുണ്ടാവില്ല. What is the answer now? Order, I mean, degree of the differential equation എന്താ വരിക നമുക്ക്? B, correct? It's B. Yeah, it's B. So this is the correct answer for the question, right? അപ്പം എല്ലാവർക്കും തെറ്റെന്താണെന്ന് മനസ്സിലായല്ലോ. ഇതിനകത്ത് ഒരു കാര്യം കൂടെ ഞാൻ ആഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഓർഡറിന്റെയും ഡെഫിനേഷന്റെയും ഡിഗ്രി പഠിച്ചെങ്കിലും പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ നോക്കി ഇമ്മീഡിയറ്റ്ലി നമുക്ക് തോന്നുന്ന ആൻസർ ഇങ്ങനത്തെ ട്രിക്കി ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ എക്സ്പാൻഷൻ കണ്ട ഉടനെ യു മസ്റ്റ് റിമെമ്പർ ദിസ്. ഈ ഒരു ഫോം ഇത് കണ്ടാൽ, ഈ എക്സ്പാൻഷൻ കണ്ടാൽ ഉടനെ നിങ്ങൾക്ക് e to the power x ഓർമ്മ വരണം. ദാറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അങ്ങനെ ഓർമ്മ വന്നാൽ മാത്രമേ ആക്ച്വലി പ്രോബ്ലംസ്. അപ്പൊ ഈ ടൈപ്പ് എക്സ്പാൻഷൻസ് പലതും നമ്മൾ ടൈലർ സീരീസിൽ പഠിക്കും. ആ ടൈലർ സീരീസിലെ എക്സ്പാൻഷൻസ് നിങ്ങൾക്ക് ഒരു ജസ്റ്റ് ഒരു പിക്ചർ ഉണ്ടാവണം. ഇഫ് ഇറ്റ് ഈസ് ഓഡ് ടേംസ് അലോൺ, ഇവിടെ ഓഡ് ടേംസ് മാത്രം ഉള്ളതാണെങ്കിൽ, ഇവിടെ ഈവൺ ടേംസ്, ഈവൺ പവർ ഓഫ് എക്സ് മാത്രമുള്ളതാണ്. ഇതിനകത്ത് ഇപ്പൊ എല്ലാ ടേംസും ഉണ്ട്. 1 + h / 1 ഫാക്ടോറിയൽ + h² / 2 ഫാക്ടോറിയൽ, അങ്ങനെ എല്ലാ ടേംസും ഉണ്ട്. ഇനി ഓഡ് പവർ ഓഫ് എക്സ് മാത്രമാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഈവൺ പവർ ഓഫ് എക്സ് മാത്രമാണെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക? ഇതിനൊക്കെ ഓരോ ഫംഗ്ഷൻസിന്റെ ടൈലർ സീരീസ് എക്സ്പാൻഷൻ ആയിട്ട് എഴുതാൻ പറ്റും നമുക്ക്. ഓക്കെ, അപ്പൊ ഈ ടൈലർ സീരീസ് എക്സ്പാൻഷൻസ് കണ്ടാൽ യു ഷുഡ് ഇമ്മീഡിയറ്റ്ലി തിങ്ക് അബൌട്ട് ദ ഫംഗ്ഷൻ ഫോർ വിച്ച് ദാറ്റ് എക്സ്പാൻഷൻ ഇസ് വാലിഡ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന്റെ ആൻസറിലോട്ട് കുറച്ചും കൂടി എളുപ്പത്തിലെത്താം. ഇസ് ഇറ്റ് ക്ലിയർ? നമുക്ക് നോക്കാം. ഓക്കെ, ഐ വിൽ ഗിവ് വൺ മോർ ക്വസ്റ്റ്യൻ. നമ്മൾ ആക്ച്വലി ഇത് വളരെ സ്ലോ ആയിട്ടാണ് ഈ ക്ലാസ്സിന്റെ ഇനീഷ്യൽ ഭാഗങ്ങൾ നീങ്ങുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ബിക്കോസ് ഐ വാണ്ട് യു ടു ഹാവ് ദി ഫണ്ടമെന്റൽസ് പ്രോപ്പർലി strong. Okay, 1 + dy by dx whole square whole to the power 3/2 is equal to c into d square y by dx square. Okay, what is the order and what is the degree of the equation? Okay, order, most of you have given order is equal to 2. Order is equal to 2 is correct. Order is equal to 2 is correct. And what about degree? Order 2 degree 1 എന്ന് എഴുതുന്നവരുണ്ട്. ഓക്കെ, യു ഡോണ്ട് ജസ്റ്റ് ജംപ് ഇൻ ടു ആൻസർ. ഡിഗ്രി എന്തായിരിക്കും വരിക എന്നുള്ള ഒന്നും കൂടെ ആലോചിച്ചിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ, ഡിഗ്രി ആലോചിക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഇവിടെ ഒരു റാഡിക്കൽ ടേം കണ്ടല്ലോ. ഓക്കെ, 3/2 which is 1.5. ഞാൻ പറഞ്ഞിരുന്നു ഈ എക്സ്പോണന്റില് റാഡിക്കൽ ടേംസ് ഉണ്ടാവാൻ പാടില്ല. അത് ആക്ച്വലി സ്ക്വയർ ചെയ്ത് കളയണം. അത് ഡിഗ്രി കണ്ടെത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, ഇത് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി 1.5 മാറ്റി നമുക്ക് സ്ക്വയർ ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് 1 + dy by dx the whole square whole to the power 3 എന്ന് വരും, റൈറ്റ്? അറ്റ് ദ സെയിം ടൈം യു വിൽ ഹാവ് this term if you square it will be c square into d square y by dx square whole square, right? So is it okay? അപ്പൊ നമുക്ക് ഇപ്പൊ ഒറ്റയടിക്ക് ഡിഗ്രി എന്താണെന്ന് പറയാം. Degree is actually 2. Degree of this differential equation is 2, right? Yeah, degree of the differential equation is 2. Order is also 2, right? Okay, ini right. Appo idum clear aanennu vicharikkunu. I'm moving forward. I will actually give definition of another important class of differential equations. നമ്മൾ ആക്ച്വലി ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രിയും ഓർഡറും എന്താണെന്ന് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ രണ്ടായിട്ട് ബേസിക്കലി ക്ലാസിഫൈ ചെയ്യും. വൺ ഇസ് കോൾഡ് ആസ് ODE, another is called as PDE. Okay, you know what is meant by ordinary differential equation? Ordinary. Another is partial. Next, differential equation basically രണ്ടായിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാറുണ്ട്. One is called as ordinary differential equation, another is called as partial differential equation. Ordinary differential equation എന്താണ് എല്ലാവർക്കും അറിയണ്ടാവും. There will be only one dependent variable. Okay, so that will be dy by, let us say dy by dx. Okay,
അല്ലെങ്കിൽ y എന്ന് പറയുന്ന ഒരു പാരാമീറ്റർ മാത്രം എക്സിനെ ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്യുന്ന ടേമാണ് dy/dx പ്ലസ് ky ഈക്വൽ ടു 0. നോർമൽ ഇക്വേഷൻസ് ആണ്. നമ്മൾ സിമ്പിൾ സ്പ്രിംഗ് മാസ് ഇക്വേഷൻ കണ്ടെത്തി കഴിഞ്ഞാൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ RLC സർക്യൂട്ടിന്റെ എക്സ്പ്രഷൻ എഴുതി കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി കഴിഞ്ഞാലും കിട്ടാം. ട്രാൻസ്ഫർ ഫംഗ്ഷൻ അല്ല, നമ്മുടെ കറണ്ട് ഇക്വേഷൻ എഴുതി കഴിഞ്ഞാലും കിട്ടുന്നത് ഒരു ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കും. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ കണ്ടിട്ടുള്ള ഒരു ഇക്വേഷന്റെ പേര് നിങ്ങൾക്ക് അറിയോ? മെക്കാനിക്കലും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഏത് സ്റ്റുഡൻസ്, എല്ലാ സ്റ്റുഡൻസും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് പഠിച്ചിട്ടുണ്ട്. ആക്ച്വലി ഒരു എക്സാമ്പിൾ പറയാൻ പറ്റും പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്? ഓക്കെ, വേവ് ഇക്വേഷൻ. വേവ് ഇക്വേഷൻ ആണ് നമ്മുടെ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ എക്സാമ്പിൾ, റൈറ്റ്? ഓർ യു വിൽ ഹാവ് parameters which is not just dependent on one term. Okay, dou square u by dou x square plus dou square u by dou y. So the dou term is partial, right? It's not applicable to in all direction. But dou square u, variation of u in terms in direction of x, in direction of y, എല്ലാം സെപ്പറേറ്റ് ചെയ്ത് വരുന്നത്. അല്ലെങ്കിൽ വേവ് ഇക്വേഷൻ മാത്രമല്ല, ഹീറ്റ് ഇക്വേഷൻ is an example of a partial differential equation, right? So all of you understood the classification of differential equations first. നമ്മൾ ഇതിൽ ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ് കൂടുതൽ പഠിക്കുക. നിങ്ങളുടെ മാത്സ് സിലബസിലുള്ള ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണ്. പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിന്റെ ഭാഗമായിട്ട് കുറെ സ്ഥലങ്ങളിൽ നിങ്ങൾ പഠിക്കും. ഫോർ എക്സാമ്പിൾ ഹീറ്റ് ഇക്വേഷൻ, വേവ് ഇക്വേഷൻ, ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയിൽ നാച്ചുറലി ഫുള്ളി പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് ആയിരിക്കും വരാം. അപ്പോൾ പാർഷ്യൽ ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമ്മൾ ഇവിടെ പഠിക്കില്ല, ബട്ട് എഞ്ചിനീയറിംഗ് സബ്ജക്ട്സിൽ പഠിക്കും, റൈറ്റ്? ഓർഡിനറി ഡിഫറൻഷ്യൽ ഇക്വേഷനിലാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പോകുന്നത്. അതിനകത്ത് ഒരു another class of differential equation which is very important is called as linear differential equations. Linear differential equations. Okay, so what is meant by linear differential equation? Linear എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥമാണ് ഒരു linear, simple linear differential equation ഞാൻ ആദ്യം എഴുതാം. Okay, so I have a differential equation. Derivative dy by dx is actually equal to a times y plus a function of x. Okay, so you know the derivative term is actually equal to a linear combination of output and a function of x. അല്ലെങ്കിൽ ഓൾറെഡി y എന്ന് പറയുന്നതാണ് നമ്മുടെ സൊല്യൂഷൻ, റൈറ്റ്? ആ സൊല്യൂഷന്റെ പ്രൊപ്പോർഷണൽ ആയിട്ടാണ് നമ്മുടെ എന്ത് വരുന്നത്? ഡെറിവേറ്റീവ് ടേം വരുന്നത്. ഇത് സെക്കൻഡ് ഡെറിവേറ്റീവ് ആയാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കാരണം സപ്പോസ് ഐ ടേക്ക് d square y by dx square plus 3 into dy by dx plus 4y equal to 0 എഴുതിയെന്ന് വെച്ചോളൂ. ഇവിടെ നിങ്ങൾക്കറിയാം ഡെറിവേറ്റീവ് ടേംസ് d square y by dx square dy by dx എല്ലാം ഉണ്ട്. ബട്ട് ആക്ച്വലി ഇറ്റ് ഈസ് ഈക്വൽ ടു -4 times y, അല്ലെ? ഇതിന് 4y റൈറ്റ് സൈഡിലോട്ട് കൊണ്ടുകഴിഞ്ഞാൽ ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു -4 times y. So this is also a linear differential equation. ഈ linear differential equationന്റെ ഒരു ഡെഫിനേഷൻ ഞാൻ പറഞ്ഞുതരാം. അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. What is the definition of linear differential equations? Linear differential equations are those in which the dependent variable എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ y കേട്ടോ. x is the independent variable and its derivatives occur only in the first degree and are not multiplied together. ഓക്കെ, സോ ഇതൊന്ന് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എന്തൊക്കെയാണ് അതിനകത്ത് പറഞ്ഞതെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആർ ദോസ് ഇൻ വിച്ച് ദ ഡിപെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ് occur only in the first degree and are not multiplied together. അപ്പൊ നിങ്ങൾ നോക്കുക, ഈ സെക്കൻഡ് ഡെറിവേറ്റീവ് ടേം ഉണ്ട്, അതിന്റെ ഡിഗ്രി എത്രയാണ്? അതിന്റെ ഡിഗ്രി 1 ആണ്, അത് ടു ദ പവർ 1 അല്ലേ? അതേപോലെ dy by dx ടേം ഉണ്ട്, അതിന്റെ ഡിഗ്രി 1 ആണ്. y എന്ന് പറയുന്ന ടേം ഉണ്ട്, അതിന്റെ ഡിഗ്രി 1 ആണ്. ഇനി ഇതൊന്നും പരസ്പരം മൾട്ടിപ്ലൈയും ചെയ്തിട്ടില്ല. ഇങ്ങനെയുള്ള ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് റൈറ്റ് സൈഡിലൊക്കെ അല്ലെങ്കിൽ വേറെ ഏത് ടേം വരാം. ഫോർ എക്സാമ്പിൾ എക്സ് ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയറോ അല്ലെങ്കിൽ ഈസ് എ ഫംഗ്ഷൻ ഓഫ് എക്സോ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ക്യൂ, എനിത്തിങ് ഇസ് പോസിബിൾ.
but these terms degree should be 1 and it should not be multiplied. ഇതാണ് ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ ലീനിയർ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെത്തേഡ്. ഫോർ എക്സാമ്പിൾ, ഇഫ് യു പറഞ്ഞ ഒരു സാധനമാണ് ഡിസ്പ്ലേസ്മെന്റ്, കറക്റ്റ്? Now velocity is also a function of time, correct? Our velocity and the dependent variable, time is the independent variable. Is it clear? So e definition copy ചെയ്തോ എല്ലാവരും? ഈ ഡെഫിനേഷൻ നമുക്ക് അറിയണം കേട്ടോ. ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഈ ഡെഫിനേഷനിൽ നിന്നുള്ള ഇടും. അപ്പൊ നിങ്ങൾ ആലോചിക്കണം, ദിസ് ഡെഫിനേഷൻ ഇസ് ആക്ച്വലി ഇമ്പോർട്ടന്റ്. Linear differential equations are those in which the dependent variable and its derivatives occur only in the first degree. This is very, very important. Only in the first degree and are not multiplied together. അപ്പോൾ ഡെറിവേറ്റീവ് എത്ര ഹൈ വേണമെങ്കിൽ വരാം. സി, ഐ ക്യാൻ ഹാവ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ്, സപ്പോസ് ഇവിടെ ഞാൻ വൈ സ്ക്വയർ ഇട്ടെന്ന് വെച്ചോളൂ, വൈ സ്ക്വയർ ഈക്വൽ ടു ക്യൂ ഓഫ് എക്സ്. ഈസ് ഇറ്റ് ലീനിയർ? ഇസ് ദിസ് ഇക്വേഷൻ ലീനിയർ? ഈ ഇക്വേഷൻ ലീനിയർ ആവില്ല, കാരണം യു കനോട്ട് ഹാവ് വൈ സ്ക്വയർ. യു കനോട്ട് ഹാവ് വൈ സ്ക്വയർ, റൈറ്റ്? വൈ സ്ക്വയർ ഉണ്ടാവാൻ പാടില്ല, അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പൊ ലീനിയർ ആവും, വൈ മാത്രം ഇട്ടാൽ ലീനിയർ ആവും. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യൻ ഇടാം. സപ്പോസ് ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് സ്ക്വയർ, സോറി, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് വൈ ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എടുത്തു എന്ന് വെച്ചോളൂ. വൈ ഇൻറ്റു ഡി വൈ ബൈ ഡി എക്സ് എടുത്താൽ അപ്പോഴും ദാറ്റ് ഇസ് നോൺ ലീനിയർ. വൈ ഇറ്റ് ഇസ് നോൺ ലീനിയർ? ബിക്കോസ് യു ആർ നോട്ട് അലൗഡ് ടു മൾട്ടിപ്ലൈ ദി ടേംസ് ടുഗദർ. വൈയുടെ ഡെറിവേറ്റീവ്സും വൈയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പോലും പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിലും അത് നോൺ ലീനിയർ ആണ്. ഓക്കെ, സോ ഐ ഹോപ്പ് ദ ഡെഫിനേഷൻ ഓഫ് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇസ് ക്ലിയർ ടു ഓൾ ഓഫ് യു. എല്ലാവർക്കും മനസ്സിലായോ? y into x is not a problem. So for example, dy by dx is equal to y into x is not a problem. Y into x is not a problem. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ പറയുന്നത് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആൻഡ് ഇറ്റ്സ് ഡെറിവേറ്റീവ്സ് occur only in the first degree and are not multiplied together എന്നേ പറഞ്ഞുള്ളൂ. So that is about the definition of linear differential equation. നമുക്ക് കുറച്ച് ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ്. ചോദിച്ചോളൂ. സർ, ഈ ഡിഗ്രി നോക്കുമ്പോഴേ ഹൈയസ്റ്റ് ഡെറിവേറ്റീവിന്റെ പവർ അല്ലേ നോക്കുള്ളൂ? അതെ. അപ്പം ഇവിടെ ഇപ്പൊ വൈ സ്ക്വയർ വന്നാല് അത് ഹൈയസ്റ്റ് ഡെറിവേറ്റീവ് എന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. ഏതാണ്? ഏത് ചോദ്യത്തിലാണ് പറഞ്ഞത്? നേരത്തെ പറഞ്ഞില്ല, ഡി ക്യൂബ് വൈ ബൈ ഡി എക്സ് ക്യൂബ് പ്ലസ് ഡി സ്ക്വയർ വൈ ബൈ ഡി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ വന്നാൽ അവിടെ ഡിഗ്രി അല്ല നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഏത് ഡിഗ്രി ഓഫ് സി? അത് ഡിഗ്രി ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ അല്ലെ? നമ്മൾ ഇവിടെ പറഞ്ഞത് ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവാനുള്ള കണ്ടീഷനിൽ എവറി ടേംസ് ഡിഗ്രി, എവറി ടേംസ്, ഓരോ ടേമിനും ഒരു ഡിഗ്രി ഉണ്ടല്ലോ. ഇപ്പൊ നമുക്ക് ഒരു പോളിനോമിയൽ എഴുതുകയാണെങ്കിൽ ഈ ടേമിന്റെ ഡിഗ്രി എത്രയാ? ഇറ്റ്സ് 1. ഓക്കെ, റൈറ്റ്? അടുത്ത ടേമിന്റെ ഡിഗ്രി ദിസ് ഇസ് ഓൾസോ 1. ഇവിടെ രണ്ടിന്റെയും ഡിഗ്രി 1 ആണ്, ബട്ട് യു ആർ നോട്ട് അലൗഡ് ടു മൾട്ടിപ്ലൈ. അതാണ് പ്രശ്നം. അപ്പൊ ഇവിടെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡെഫിനേഷനിൽ ആക്ച്വലി എവറി ടേംസ് ഡിഗ്രി, അത് ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി അല്ല പറഞ്ഞത്. ഡിഫറൻഷ്യൽ ഇക്വേഷന്റെ ഡിഗ്രി നമുക്കറിയാം എന്താണ് വരിക, 1 ആയിരിക്കും ചിലപ്പോൾ. ബട്ട് എവറി ടേംസ് ഡിഗ്രി ഹാസ് ടു ബി 1. അപ്പോൾ വൈ സ്ക്വയർ വന്നു കഴിഞ്ഞാലും അതെന്താവും? നോൺ ലീനിയർ ആവും. ഓക്കെ, ക്ലിയർ? അപ്പൊ നമുക്ക് ജസ്റ്റ് ഐ വിൽ ടേക്ക് സം ക്വസ്റ്റ്യൻസ് ഫോർ യു.